അതിങ്ങനെ ജപിച്ചുകൊണ്ട് വേണം തുളസിക്ക് ജലമൊഴിക്കാൻ എന്ന് പറയും. തുളസിയെ നേരെ ചുവട്ടിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഇടരുത് എന്ന് പറയാൻ കാരണം പലപ്പോഴും നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കുന്ന ആ പ്രസാദമൊക്കെ കൊണ്ട് തുളസിയുടെ ചുവട്ടിലിടും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഒരു വീടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ നേരെ നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടത് നേരെ പല ചെടികൾ വേണം. അപ്പം അതിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്നാണ് പറയുക, വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് വേണ്ടതായിരിക്കുന്ന ഒരു ചെടി അല്ലെങ്കിൽ വൃക്ഷം എന്നും പറയാം. അതാണ് തുളസി എന്ന് പറയാം. തുലാമസ്യ ഇത് തുളസി എന്നാണ് പ്രമാണം. തുല്യപ്പെടുത്താൻ സാധിക്കാത്തതാണ് തുളസി, മറ്റൊന്നിനോടും തുല്യപ്പെടുത്താൻ സാധിക്കാതെ. അപ്പോൾ സാധാരണഗതിക്ക് കിഴക്ക് ഭാഗത്താണ് വെക്കേണ്ടത്. അതിപ്പോൾ മുറ്റമില്ലെങ്കിൽ ഫ്ലാറ്റിനകത്ത് തന്നെ കിഴക്ക് ഭാഗത്തുള്ള വാതിലിൻ്റെ മുൻവശിൽ ചട്ടിയിൽ വെക്കുന്നതിൽ വിരോധമില്ല. മുൻഭാഗത്ത് കിഴക്ക് ഭാഗത്ത് വയ്ക്കാൻ സാധിക്കില്ല, അവിടെ മറ്റ് ഗ്രഹങ്ങളിലെ അഴുക്കൊക്കെ വരുന്ന സ്ഥലമാണെങ്കിൽ പിന്നീട് നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം എന്ന് പറയുന്നത് നേരെ വടക്കാൻ ഭാഗത്താണ്, വടക്ക് മാർഗത്തിനാണ്. അത് അടുക്കളയുടെ ഭാഗമാണ് എങ്കിൽ പോലും നമുക്ക് അത് സ്വീകരിക്കാം. ഇല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗമാകാം, തെക്ക് പാടില്ല എന്നാണ് പറയാം. അപ്പോൾ കിഴക്കാണ് ഉത്തമം. സാധിക്കുന്നിടത്തോളം കിഴക്ക് ഭാഗത്ത് തുളസി വയ്ക്കണം എന്ന് പറയും. അപ്പോൾ തുളസി വയ്ക്കണ സമയത്തോ തുളസി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നിത്യകർമ്മങ്ങൾ നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രാവിലെ വാതിലങ്ങോട്ട് തുറന്നിട്ട് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് ഭഗവാനെ സ്വാഗതം ചെയ്യണം. പിന്നീട് നമ്മൾ കയ്യിൽ ജലപാത്രം എടുത്തിട്ട് തുളസിക്ക് വെള്ളമൊഴിക്കണമെന്നാണ്. അപ്പോൾ തുളസിക്ക് നേരെ വെള്ളമൊഴിക്കണം. തുളസിയുടെ കടയിൽ ഒഴിക്കാം, എല്ലായിടത്തും അതിൻ്റെ ഇലകളിൽ തളിക്കാം, രണ്ട് തരത്തിലും ചെയ്യാം. തുളസിക്ക് വെള്ളമൊഴിക്കണം എന്ന് പറയും. കാരണം തുളസി ചെടിയുടെ ചുവട്ടിൽ എല്ലാ ദേവന്മാരും അവിടെ വന്ന് നിൽക്കുന്നു എന്ന സങ്കല്പം. കാരണം അടർന്നു വീഴുന്ന ഒരു തുളസീദളം നേരെ ശിരസിൽ വീണാൽ നമ്മുടെ പാപങ്ങളൊക്കെ നശിക്കും, ജന്മപാപങ്ങളൊക്കെ മോക്ഷം കിട്ടും. അപ്പോൾ എല്ലാ ദേവന്മാരും തുളസിയുടെ ചുവട്ടിൽ വന്നിട്ട് ഇങ്ങനെ തല കാണിച്ചിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ മുകളിലെ ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ളം തളിക്ക് വരുമ്പോൾ സർവ്വദേവതമാരെയും അഭിഷേകം ചെയ്ത ഫലം കിട്ടും. പിന്നെ നേരെ തുളസിക്ക് ജലം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ രണ്ട് പ്രത്യേകതകളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നേരെ പൗരാണികം അല്ലെങ്കിൽ ആധ്യാത്മികമുണ്ട്, ഭൗതികമുണ്ട്. അപ്പോൾ ആധ്യാത്മികമായിരിക്കും എന്താണ്, തുളസി ചെടിയുടെ ചുവട്ടിൽ എല്ലാ ദേവന്മാരും ഉണ്ട് എന്നാണ്. മാത്രമല്ല തുളസിയുടെ കൂടെ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനുണ്ട് എന്ന് സങ്കല്പം. അപ്പോൾ കൃഷ്ണൻ നേരെ തുളസിയുടെ കൂടെ ഉണ്ട് എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് നേരെ വീടിൻ്റെ മുൻപിൽ തുളസി വെച്ചാൽ അവിടെ കൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് പറയാൻ കാരണം. അപ്പോൾ അത് കഴിഞ്ഞ് തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കണം. അപ്പോൾ തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നേരെ തുളസിക്ക് പ്രധാനപ്പെട്ട 8 നാമങ്ങളുണ്ട്. അതേപോലെ ഭഗവാനും 8 നാമങ്ങളുണ്ട്. അപ്പോൾ 8 നാമങ്ങൾ ഉള്ളതായിരിക്കും. വിഷ്ണുവിൻ്റെ അഷ്ടനാമങ്ങളുണ്ട്, അതേപോലെ തന്നെ തുളസിക്കും 8 നാമങ്ങളുണ്ട്. അപ്പോൾ തുളസിയുടെ 8 നാമങ്ങൾ ജപിച്ചിട്ട് പറഞ്ഞ് നേരെ തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കണം എന്നാണ്. 3 പ്രദക്ഷിണാകാം, അതിൽ കൂടുതലാകാം, പക്ഷേ നാമങ്ങൾ 8 എണ്ണമാണ്. അതിങ്ങനെ ജപിച്ചുകൊണ്ട് വേണം തുളസിക്ക് ജലമൊഴിക്കാൻ എന്ന് പറയും. അപ്പോൾ ആ നാമങ്ങളാണ് നേരെ ഗ്രന്ഥങ്ങളിലൊക്കെ എടുത്തു പറയുന്നതായിരിക്കുന്ന നാമങ്ങളാണ്. കച്ചിൽ തുളസി കല്യാണി എന്നുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളുണ്ട്. കച്ചിൽ തുളസി കല്യാണി തുടങ്ങുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതറിയില്ലെങ്കിൽ എന്ത് വേണം, 8 നാമങ്ങൾ പെട്ടെന്ന് ഹൃദിസ്ഥാക്കാമെന്നാണ് പറയാം. അതാണ് വൃന്ദാവനി വിഷ്ണുപാവനി വിഷ്ണുപൂജിത തുളസി. അപ്പോൾ നന്ദിനി പുഷ്പസാരാജ തുളസി കൃഷ്ണജീവനി എന്നാണ്. അപ്പോൾ നേരെ നാമങ്ങൾ നേരെ ആ സാക്ഷാൽ തുളസി എന്ന് പറഞ്ഞാൽ വൃന്ദ എന്ന് പറയും. വൃന്ദാവനി. കാരണം തുളസി വൃന്ദാവനത്തിലാണ് ആദ്യം ജനിച്ചത്. അപ്പോൾ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവാണ് തുളസിയെ നട്ടത് എന്നാണ് സങ്കല്പം. അതാണ് തുളസിയുടെ പ്രാധാന്യം. അപ്പോൾ കൃഷ്ണൻ തുളസിയുടെ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ വൃന്ദമായിട്ടിങ്ങനെ കൂടിങ്ങനെ ആ ശാഖോപശാഖകളായിട്ട് വളരുന്നു. വൃന്ദയാണ്, വൃന്ദാവനത്തിൽ ആദ്യം ജനിച്ചു. പിന്നെ വിശ്വപാവനിയാണ്, ലോകത്തെ ശുദ്ധീകരിക്കുന്നവളാണ്.
പിന്നെ വിശ്വപൂജിതയാണ്, ലോകത്തെ മുഴുവൻ പൂജിക്കുന്ന. അപ്പോൾ എത്ര പൂവുണ്ടായാലും ഒരു തുളസീദളം വേണമെന്നാണ് പറയാം. പിന്നെ നന്ദിനി എന്ന് പേരുണ്ട്, എല്ലാവരെയും നന്ദിപ്പിക്കുന്നതാണ്. പിന്നെ അതേപോലെ എന്താണ്, നന്ദിനി പുഷ്പസാര എന്നാണ്, എല്ലാ പുഷ്പങ്ങളുടെയും സാരാണ് തുളസി. പിന്നെ തുളസി എന്ന് വെച്ചാൽ തുലാം അസ്യ ഇതി തുളസി, തുല്യപ്പെടുത്താൻ സാധിക്കാതെ ഗുണമുള്ളവൾ എന്നാണ്. പിന്നെ കൃഷ്ണജീവനി എന്നാണ്, കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ തുളസിയുടെ ചുവട്ടിൽ സദാസമയത്തും സാക്ഷാൽ മധുസൂദനനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നേരെ തുളസി ലക്ഷ്മിയുടെ അംശമാണ്. അപ്പോൾ ലക്ഷ്മിയും കൃഷ്ണനും വിഷ്ണുവും ലക്ഷ്മിയും നിൽക്കുന്ന ഫലമാണ് തുളസി വേണ്ട പോലെ പരിപാലിച്ചാൽ കിട്ടുക. അതുകൊണ്ടാണ് തുളസി കെട്ടുപോകരുത്, തുളസിയെ നേരെ ചുവട്ടിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഇടരുത് എന്ന് പറയാൻ കാരണം, പലപ്പോഴും നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കുന്ന ആ പ്രസാദമൊക്കെ കൊണ്ട് തുളസിയുടെ ചുവട്ടിലിടും. അത് ശരിയല്ല. കാരണം എന്താണ്, തുളസി പരിപാവനാണ്. അത് നിർമാല്യമായ വസ്തുക്കൾ തുളസിയിൽ ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിർമാല്യമായ ഒരു ക്ഷേത്രത്തിൽ പൂജിച്ച സാധനം കൊണ്ടുവന്നിട്ട് തുളസിയുടെ ചുവട്ടിലിടരുത്. തുളസിത്തറയുടെ ഏതെങ്കിലും ഭാഗത്ത് മാറി ഇടുന്നതിൽ കുഴപ്പമില്ല. തുളസിയുടെ ചുവട്ടിൽ ശുദ്ധമായിട്ട് പരിപാലിക്കണം. കാരണം അവിടെ കൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്. അപ്പോൾ കൃഷ്ണൻ്റെ സാന്നിധ്യമുണ്ട്, മറ്റെല്ലാ ദേവതമാരുടെ സാന്നിധ്യമുണ്ട്. അതാണ് ഒരു ഗ്രഹത്തിൻ്റെ മുമ്പിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരേ ഒരു ചെടി തുളസിയാണെന്നാണ്. അപ്പോൾ അത് നമുക്ക് സാധാരണഗതിക്ക് എന്താണ്, സാധാരണഗതിക്ക് നേരെ ആ വീടിൻ്റെ നേരെ അകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ളതായിരിക്കുന്ന ഗ്രഹം, അതായത് വീട്ടിലേക്ക് കയറുമ്പോഴുള്ളതായിരിക്കുന്ന ആദ്യത്തെ മുറിയിൽ നോക്കിക്കഴിഞ്ഞാൽ തുളസിത്തറയും അതേപോലെ വീടിൻ്റെ ആ ഒരു ലെവലും ഒരേ ലെവലിൽ വരണമെന്നാണ്. അപ്പോൾ നമുക്കിവിടെയും നോക്കിക്കഴിഞ്ഞാൽ തുളസിയെ കാണാനായിട്ട് സാധിക്കണം. താഴ്ത്തി കഴിഞ്ഞാൽ തുളസിയെ കാണാനായിട്ട് സാധിക്കില്ല. വളരെ ഉയരത്തിൽ തുളസിത്തറ വെച്ചാലും നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ തുളസി കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇരുന്ന് ധ്യാനിക്കുന്ന വീടിൻ്റെ ആ പൂമുഖവും തുളസിയുടെ ആ തറയുടെ ആ മുകൾ ഭാഗവും ഒരേ നിലവാരത്തിൽ ഒരേ ഉയരത്തിൽ വരണം. അതാണ് ശുദ്ധമായിരിക്കുന്ന വാസ്തുശാസ്ത്രം പറയുക. അപ്പോൾ അതനുസരിച്ചുള്ള രൂപത്തിൽ വേണം അതിനെ ഏർപ്പാട് ചെയ്യാൻ. അപ്പോൾ തുളസിക്ക് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആധ്യാത്മികമായ ഗുണങ്ങൾ എന്താണ്, കൃഷ്ണനും തുളസിയും ഒരുമിച്ചിരിക്കുന്നതാണ്. തുളസി ലക്ഷ്മിയുടെ അംശമായിട്ടാണ് പറയുക. അപ്പോൾ ലക്ഷ്മി ദേവി തന്നെയാണ് തുളസി, അതാണ് തുളസിയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൃഷ്ണനെയും തുളസിയെയും ആരാധിച്ച ഫലം നമുക്ക് വീടിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ച ഫലം നമുക്ക് കിട്ടും. പിന്നീട് തുളസിയുടെ മറ്റ് വൈദ്യശാസ്ത്രമായിരിക്കുന്ന ഗുണഗണങ്ങൾ ധാരാളമുണ്ട്. തുളസിയെക്കുറിച്ച് പറയുന്നത് നേരെ തുളസിയുടെ കാറ്റ്, തുളസിയുടെ സ്പർശം, തുളസിയുടെ ഗന്ധമൊക്കെ എന്നതാണ്. അതിന് ആൻറ്റിസെപ്റ്റിക്, അതേപോലെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി എന്നൊക്കെ പറയും. തുളസിക്ക് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഹിസ്റ്റമിനിക് പ്രോപ്പർട്ടി ഉണ്ടെന്നൊക്കെ പറയും. ആൻറ്റി ഹിസ്റ്റമിൻ വെച്ചാൽ ശ്വാസം മുട്ടുള്ളവർക്കൊക്കെ തന്നെ, കഫക്കെട്ടുള്ളവർക്ക് തുളസി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ കഫക്കെട്ട് മാറും. അതാണ് ആൻറ്റി ഹിസ്റ്റമിനിക് പ്രോപ്പർട്ടി ഉണ്ട്. ആൻറ്റിസെപ്റ്റിക്, തുളസി നമ്മുടെ കയ്യിലൊരു മുറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഷയം എന്ത് കടിച്ചു കഴിഞ്ഞാൽ തുളസി ഇങ്ങനെ ഞെരിച്ചിട്ട് അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വിഷാംശമേക്കില്ല. അതാണ് ആൻറ്റിസെപ്റ്റിക്കാണ്, ആൻറ്റി ഹിസ്റ്റമിനിക്കാണ്, ഒരു പരിധി വരെ ആൻറ്റിബയോട്ടിക്കുമാണ് എന്നൊക്കെ നേരെ ആധുനിക കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ തുളസിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, തുളസി ജീവിച്ചിരിക്കാനും ഉണങ്ങിക്കഴിഞ്ഞാലും അത് ഗുണം ചെയ്യുന്നതാണ് പറയും. അപ്പോൾ തുളസി ഉണങ്ങിപ്പോയി എന്ന് വെച്ചോളൂ, പ്രായം കൊണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കൊണ്ടോ തുളസി ഉണങ്ങിയാൽ എന്താണ്, തുളസിയുടെ ആ കമ്പുകൾ ചെറുതായിട്ട് മുറിച്ചിട്ട് നൂലിൽ കോർത്തിട്ടാലാണ് തുളസി മാലയാവുക. അപ്പോൾ തുളസി മാല വെച്ചാൽ കൃഷ്ണനെ വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ കൃഷ്ണൻ നമ്മുടെ കഴുത്തിൽ നമ്മുടെ കൂടെ ഒന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കഴിയുന്നതും തുളസി ഉണങ്ങാതെ നോക്കണം എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രായപരിധി കഴിഞ്ഞാൽ തുളസിക്കും ഒരു പ്രായപരിധിയാണ്ട് തുളസി ഉണങ്ങിയെന്ന് വരും. അപ്പോൾ ആ കമ്പുകളൊക്കെ തന്നെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ആപാദമൂലം, അതായത് വേര് മുതൽ ഇല വരെ തുളസി ഔഷധ സമ്പന്നമാണെന്നാണ്. പിന്നെ തുളസിക്കുള്ളതായിരിക്കുന്നതാണ് നേരെ ഓക്സിജൻ, ശുദ്ധമായിരിക്കുന്ന അത് പുറത്തേക്ക് വിടുന്ന ഒരേ ഒരു ചെടിയാണ് തുളസി എന്നാണ് പറയുന്നത്. ശുദ്ധമായിരിക്കുന്ന പ്രാണവായുവിനെ പുറത്തേക്ക് പറന്നെള്ളുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തുളസി ചെടിയുടെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ഇങ്ങനെ അനുഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു തുളസീദളം ഉണ്ടെങ്കിൽ തന്നെ ആ പ്രദേശം മുഴുവൻ ശുദ്ധമായിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു തുളസീദളം ഇട്ടിട്ട് നേരെ നിവേദ്യങ്ങളൊക്കെ ഈശ്വരന്മാർക്ക് സമർപ്പിക്കുമ്പോൾ
അപ്പോൾ അതാണ് തുളസിക്ക് മറ്റൊരു പ്രത്യേകത. തുളസി ദളം ആ നിവേദ്യത്തിൽ ഇട്ടിട്ടാണ് ഭഗവാന് ദൈത്യം സമർപ്പിക്കുക എന്നാണ് പറയും. അതിന് താന്ത്രിക ഭാഷയിൽ, പൂജാ ഭാഷയിൽ ഉപസ്തരിക്കുക എന്ന് പറയും. അപ്പോൾ ശുദ്ധമായൊരു പായസം ഉണ്ടാക്കിയിട്ട് ഭഗവാന് കൊടുക്കുമ്പോൾ തുളസി എടുത്തിട്ട് അതിൽ നെയ്യിനൊന്ന് തൊടണം. കാരണം നെയ്യാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ദ്രവ്യം. അതിൽ തൊട്ടിട്ട് നേരെ അതിലിട്ടാൽ അത് ശുദ്ധമായി എന്നാണ്, നിവേദ്യം ശുദ്ധമായി പിന്നെ സമർപ്പിക്കും. അതിനാണ് ഉപസ്തരിക്കുക എന്നൊരു പദം വരാൻ കാരണം. ഇപ്രകാരം തുളസിയാണ് നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. അപ്പോൾ കഴിയുന്നതും തുളസി നേരെ അവിടെ തന്നെ കിഴക്ക് ഭാഗത്ത് തന്നെ വയ്ക്കണമെന്നാണ്. അപ്പോൾ തുളസിയെ കണി കണ്ടിട്ടാണ് സൂര്യൻ ഉദിച്ചങ്ങനെ വരിക. അപ്പോൾ സൂര്യന് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കിഴക്ക് ഭാഗത്ത് പ്രധാനമായിട്ട് വയ്ക്കാൻ കാരണം. അപ്പോൾ സൂര്യൻ നേരെ തുളസിയെ കാണുന്നു. അപ്പോൾ തുളസി നേരെ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്നു. സൂര്യരശ്മികളേറ്റിട്ട് തുളസിയുടെ ആ ഔഷധ ഗുണങ്ങളും അതേപോലെ ദിവ്യ ഗുണങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അതാണ് തുളസിയുടെ പ്രാധാന്യം. തുളസി രഹിതമായിരിക്കുന്ന ഒരു ഗ്രഹം, പുരാണങ്ങൾ പറയുന്നതാണ്, തുളസി രഹിതമായിരിക്കുന്ന ഒരു ഗ്രഹം ശ്മശാനത്തിന് തുല്യമാണ് എന്നാണ് പറയാം. അപ്പോൾ ശ്മശാനത്തിൽ തുളസി ഉണ്ടാവില്ല. അപ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് തുളസി ചെടിയില്ലെങ്കിൽ അത് ശ്മശാനത്തിന് തുല്യമാണ് എന്നാണ് അതിൽ പറയുന്നതായിരിക്കുന്നത്. അതാണ് തുളസിയുടെ മാഹാത്മ്യമായിട്ട് പറയുന്നത്.